മുൻകാല പ്രവർത്തകനാണ്. മാഷ വോട്ടും കിട്ടും, മാഷ മോള വോട്ടും കിട്ടും. അത് മാത്രമല്ല, മാഷ് വിചാരിച്ചാല് ഒരു 10 രൂപ വോട്ട് നമുക്ക് മറിക്കാൻ പറ്റും. മാഷ കയറപ്പിൽ മാഷോട് നല്ല രീതിയിൽ സംസാരിച്ചിരിക്കണം കേട്ടാ. അതിന്റെ നിന്റെ കൊടുക്കാണ്. മാഷിനെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, എന്നാൽ പക്ഷെ പഠിച്ചൊന്നും തട്ടിയും വിട്ടപ്പോരെ. കാര്യം ഞാനിട്ട് എന്നാ വെച്ചാല് കുറെ കുട്ടികളെ പഠിപ്പിച്ചല്ലേ നമ്മളിന്ന് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ പോകണ്ടല്ലേ. ഓക്കെ, മാഷേ. ആ എന്താടോ മാഷെ, ഞാനാണ് ഈ വാർഡിൽ സ്ഥാനാർത്ഥി നിൽക്കുന്നത്. ഏറെ ഡേറ്റ് മാഷെടുത്ത് വന്നത്. മാഷെ ഒരു അനുഗ്രഹം എന്തായാലും വേണം. ബാക്കി വോട്ടെല്ലാം പിന്നത്തെ കാര്യമാണ്. പിന്നെ മാഷോട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട, മാഷ് പറഞ്ഞാൽ കിട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ല. അതെന്തായാലും മാഷ് ഉറപ്പിക്കണം. ഞാൻ ഈ നാട് മാറ്റും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അനുഗ്രഹം വേണല്ലേ? അനുഗ്രഹം തരാ അഴിക്ക് കേട്ടാ. ഒരു മിനിറ്റ്. ഓക്കെ, അടയ്ക്ക്. പഴയ ആളല്ലേ, ഭാഗവതം എടുക്കുമ്പോഴേക്കും വിശ്വാസം കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്ക് അനുഗ്രഹം വേണ്ടോ? ഈ വാട ആരെ സ്ഥാനാർത്ഥിയായ ഈ വാട മേമുട്ടി, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്ത് മാഷാ നിങ്ങൾ പറയുന്നു? ഏത് മാഷാന്ന് പറഞ്ഞിരി. രക്ഷപ്പെട്ട ഭാഗ്യം. എന്ത് മാഷാണ് മനസ്സിലാകുന്നു. ഇനി ഇമാതിരി മാഷെല്ലാം ഉണ്ടെങ്കിൽ പറയണേ. കയ്യല്ല എനിക്ക് പരിചയമില്ലാടൂ. നിങ്ങളെ വീട് അങ്ങോട്ടാ? ആ വളവിലെ വീട്ടിലെ മാഷ്ക്കൊന്നും കുഴപ്പമുണ്ടാ? ആ വളവിലെ വീടാ? ആ താടിയായിട്ടിരുന്നാള് അതന്നെയാ വളവിലെ താഴെയായിട്ട്. നിങ്ങളെ വീടിന്റെ അടുത്താ? മാഷ വീട് അതിന്റെ അപ്പുറത്താന്ന് കേട്ടാ. നമ്മളാ നട വാടകയ്ക്ക് നിൽക്കുന്നത്. ഇപ്പൊ 2 മാസമായിട്ടുള്ളൂ നമ്മള് വന്നിട്ട്. അച്ഛൻ എന്തെങ്കിലും പ്രശ്നമാക്കീനാ? ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അച്ഛനൊന്ന് കാണാൻ പോയതാണ് വോട്ടിന്റെ ആവശ്യത്തിന്. അടുക്കളയിൽ നിന്ന് കത്തെടുത്തിട്ട് ഓടിയിരുന്നു. ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം. അതെ, ഒന്നും വിചാരിക്കറേ. പണ്ട് അച്ഛൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിനു. ആകെ 2 ഓട്ടാ കിട്ടീന്. അന്ന് പോലെ അച്ഛൻ ഇങ്ങനെയാ. ഒന്നും വിചാരിക്കറേ. സോറി കേട്ടാ. എന്തില്ലേനു മാഷ് 10-15 വോട്ട് അനുഗ്രഹം. ഇനി ഇങ്ങനത്തേതും കൊണ്ടാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചേ? അല്ല, പക്ഷെ ആ വീട്ടിൽ കയറണ്ടെന്ന് വെച്ചിട്ടാ. ആ പോവാ, അടുത്തേതും വീട്ടിൽ കയറണ്ടേ ഇപ്പൊ? നമുക്ക് ഈ വീട്ടിൽ എന്തായാലും കയറണം. ഇതൊരു റിട്ടയർഡ് മിലിറ്ററിക്കാരന്റെ വീടാ, ദാമോട്ടെ. അയാൾ ഇതിൽ 10-15 വോട്ട് മറിയും. കണ്ടറിയാം.